രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നു. വലിയ വിഷയമാണല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്തേ രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം? രാഹുൽ മാങ്കൂട്ടം പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണ്. ഈ കേരളത്തിൽ പിണറായിസത്തിനെതിരെ UDF അതിശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന UDFിൻ്റെ ഉന്നതനായ യൂത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. എന്താണ് പിണറായിസം അവസാനിപ്പിക്കാൻ? ഈ ഗവൺമെന്റിനെ പിണറായിസത്തെ നമുക്ക് താഴെ ഇറക്കണമല്ലോ. രാവിലെ തന്നെ TV തുറന്നപ്പോൾ PV അൻവർ കിടന്ന് തുള്ളുന്നതാണ് കണ്ടത്. നിലനിൽപ്പിന്റെ രാക്ഷിയല്ലേ. ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് സഖാവ് സതീശൻ തിരക്കിട്ട് പോകുന്ന റോട്ടിലൂടെ കണ്ടത്. ഞാൻ ചോദിച്ചു, എന്താ സതീശ അത്ര രാവിലെ വാണം മുട്ട പോലെ എങ്ങോട്ടാ പോണത്? സതീശൻ സഖാവ് നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, 7:15 നിലമ്പൂർ ഫാസ്റ്റ് പിടിക്കണം മോനേട്ടാ. ഇനി നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാം. സഖാവ് സ്വരാജിനെ നിയമസഭയിലേക്ക് അയച്ചേ തിരിച്ചു വരൂ. ഇത്രയും പറഞ്ഞ് സതീശൻ സഖാവ് വേഗം നടന്നു. സതീശന്റെ മോഹത്തിരി കടന്നുപോയോ എന്നൊരു സംശയം. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് കണക്കൊന്നും നിലമ്പൂരിലെ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥികളുടെ കണക്കനുസരിച്ച് സതീശന്റെ ആഗ്രഹത്തിന് ഒത്തുവരുന്നില്ല. പിന്നെ രാഷ്ട്രീയത്തിലെ കണക്ക് പലപ്പോഴും 1+1 2 അതുകൊണ്ട് സതീശൻ സഖാവിന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. LDF മൈനസ് PV അൻവർ എത്ര എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം നിശ്ചയിക്കുന്നത്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഈ രാഷ്ട്രീയ കണക്കൊക്കെ കൂട്ടുന്നവർക്ക് അത് വളരെ സുനിശ്ചിതമാണ് താൻ. കോൺഗ്രസ് പാർട്ടിയുടെ കണക്കുകൾ പ്രവചിക്കാൻ സാധ്യമല്ല. കാരണം ഗ്രൂപ്പുകൾ തമ്മിലും നേതാക്കൾ തമ്മിലും അങ്ങനെ പൊരിഞ്ഞ തല്ല് നടക്കുന്ന കാലത്ത് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ അവർ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുള്ള പാർട്ടിയാണത്. കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും എത്രയും ഒത്തൊരുമയോടുകൂടെ പുറമേക്ക് തോന്നിയ പല കാലഘട്ടത്തിലും 7 നിലയ്ക്ക് പൊട്ടിയ ചരിത്രവും കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിനുള്ളിൽ നല്ല തോതിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടെന്നുള്ളത് ആ നേതാക്കളുടെ സംസാരം കേട്ടാലറിയാം. അതും അൻവറിനെ ചൊല്ലിയാണ് താനും. സതീശൻ ഒരു ഭാഗത്ത് കടുംപിടുത്തമായിട്ട്, പ്രത്യേകിച്ചും അത് അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സതീശനിസം ഹിറ്റ്ലറിസം എന്ന ഭാഷയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒട്ടുമിക്ക നേതാക്കളും കോൺഗ്രസിലെ നേതാക്കൾ അൻവറിനെ UDFിലേക്ക് എടുക്കണം എന്ന അഭിപ്രായക്കാരാവുമ്പോൾ സതീശൻ മാത്രമാണത്രേ അതിനെതിരെ നിൽക്കുന്നത് എന്നാണ് പുറത്തേക്കുള്ള മാധ്യമ വാർത്തകൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ കാലഹരണപ്പെട്ട പഴയ നേതാക്കളും തമ്മിലുള്ളൊരു ശീതസമരം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള. ഇത് അൻവറിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, കുറെ കാലമായി നമ്മൾ കാണുന്നതാണ്. അടുത്ത തവണ 2026 ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതിനെ ചൊല്ലിയുള്ള കലഹമാണ് ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സുവ്യക്തം. പിണറായിസം എന്ന വാക്ക് നമ്മൾ കുറെ കാലമായി കേട്ടിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ ഇത്രയേറെ അമിത പ്രാധാന്യം കൊടുത്തത് അൻവർ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പിണറായിസം മാത്രമല്ല ഇപ്പൊ അൻവർ കൊടുത്തിരിക്കുന്നത്. അൻവർ കൊടുത്ത വേറെയും 1-2 രാഷ്ട്രീയ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതൊന്നാമത് പിണറായിസമാണ്, 2 സതീശനിസം അഥവാ ഹിറ്റ്ലറിസമാണ്, പിന്നൊന്ന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേട്ട മരുമോനിസമാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കേരളം പൊതുവെ കക്ഷി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ്. അതിലേക്കാണ് വ്യക്തി കേന്ദ്രീകൃതമായ 3 പദങ്ങളുടെയും സംഭാവന PV അൻവറിൻ്റെത്. പിണറായിസം, ഹിറ്റ്ലറിസം അഥവാ സതീശനിസം, പിന്നെ മരുമോനിസം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുടെ ഇസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് അൻവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓരോ രാഷ്ട്രീയ കക്ഷിക്കും ശക്തമായ നേതൃത്വം വേണം. ആ നേതൃത്വമുള്ളത് ഒരു തെറ്റല്ല. ആ നേതൃത്വത്തെ ഇസങ്ങളായി വ്യാഖ്യാനിക്കുമ്പോൾ അത് വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളത് അൻവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യം കേരള ജനത അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം മറന്നു പോകരുത്. ഈ 3 വ്യക്തി കേന്ദ്രീകൃത ഇസങ്ങളെയും എതിർക്കുന്ന അൻവർ കൊണ്ടുവരുന്ന രാഷ്ട്രീയം തികച്ചും ഏക വ്യക്തി കേന്ദ്രീകൃതമാണെന്നുള്ളതാണ് അത്ഭുതം, അല്ലെങ്കിൽ അതിശയം. അൻവർ ഇല്ലെങ്കിൽ കേരളത്തിൽ എന്ത് തൃണമൂൽ കോൺഗ്രസ്? മമതാ ബാനർജിക്ക് പോലും അൻവറിനെ നേരിട്ട് അറിയുമോ എന്ന് നമുക്കറിയില്ല. ഒരു കാര്യം തീർച്ച, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ PV അൻവർ മത്സരരംഗത്ത് തുടരുമെന്ന് ഒരു ഉറപ്പും ഇല്ല കേട്ടോ. കാരണം തീരുമാനങ്ങൾ അടിക്കടി എളുപ്പത്തിൽ മാറ്റുന്ന ഒരു നേതാവിനെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ മത്സരരംഗത്തുണ്ടാവോ എന്ന് പറയാൻ പറ്റില്ല. അഥവാ മത്സരിച്ച് റിസൾട്ട് വരുമ്പോൾ ഒരു 10,000 വോട്ടിൽ കൂടുതൽ നേടുന്നില്ലെങ്കിൽ അൻവർ ഒരു പക്ഷേ മലപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ഒരു 10,000-ലേറെ വോട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ 2026 അസംബ്ലി ഇലക്ഷനിൽ മലപ്പുറം പ്രദേശത്തെ ഏതാനും മണ്ഡലങ്ങളിലെ ഒരു ബാർഗെയിനിങ് പവറായി അൻവർ ഉണ്ടാകും. അത് തീർച്ചയായും UDF-നോട് സീറ്റ് ബാർഗെയിൻ ചെയ്യാനായിട്ട് അൻവറിനൊരു കംഫർട്ടബിൾ പൊസിഷൻ നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷെ 10,000 വോട്ടിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 5,000-ലും താഴെയൊക്കെ ആണെങ്കിൽ അൻവർ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാവും, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF ആണ് ജയിക്കുന്നതെങ്കിൽ അൻവർ പറയുന്ന പിണറായിസം കേരളത്തിൽ മൂന്നാമതും തുടരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരും. എന്നാൽ സതീശനമാണ് ജയിക്കുന്നതെങ്കിൽ UDF ഭരണത്തിൽ തിരിച്ചെത്താനുള്ള വലിയ സാധ്യത തെളിയുകയും അത് UDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം പകരുകയും ചെയ്യും. പക്ഷെ അത് LDF ജയിച്ച് പിണറായിസം വീണ്ടും വരുമെന്ന് പറയുന്നത് പോലെ അത്ര ഉറപ്പുള്ള കാര്യമല്ല കേട്ടോ. കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയമല്ലല്ലോ നിലമ്പൂരിന് പുറത്തുള്ള രാഷ്ട്രീയം. പക്ഷെ ഒരു കാര്യം തീർച്ച, UDF ജയിക്കുകയാണെങ്കിൽ സതീശൻ കോൺഗ്രസിന്റെ ഉള്ളിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ നേതാവായി ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറച്ചു കാലത്തെങ്കിലും സതീശനസമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക, കോൺഗ്രസിനുള്ളുണ്ടായിരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കാനാണ് സാധ്യത? അത്തരം കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.